ലൈംഗികത ഉളവാക്കുന്ന മെസ്സേജസും ഫോട്ടോസും വീഡിയോസും ഒക്കെ ടെക്സ്റ്റ് മെസ്സേജുകളായിട്ടോ അല്ലെങ്കിൽ ഓൺലൈനിലൂടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിലൂടെയോ മറ്റൊരാൾക്ക് അയച്ചു കൊടുക്കുന്നതിനെയാണ് സെക്സ്റ്റിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പിലുള്ളവർ പലപ്പോഴും അവരുടെ ഇൻറ്റിമസി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടും അവരുടെ ഒരു വൈകാരികമായിട്ടുള്ള ഒരു ബന്ധം നിലനിർത്താനും മെച്ചപ്പെടുത്താനുമായിട്ട് ഇത് ഉപയോഗിക്കാറുണ്ട്. എന്നാൽ മറ്റു ചിലർ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ റാൻഡം ആയിട്ട് കാണുന്ന ഒരു പരിചയമില്ലാത്തവർക്ക് ഇതേലത്തെ മെസ്സേജസ് അയച്ചു കൊടുക്കുന്നതായിട്ട് കാണാൻ സാധിക്കാറുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്? റിയൽ ലൈഫിൽ അവരുടെ ആഗ്രഹങ്ങളും അവരുടെ ഫാന്റസീസും ഒന്നും തുറന്നു പറയാനുള്ള ധൈര്യമോ അല്ലെങ്കിൽ എക്സ്പ്രസ് ചെയ്യാനുള്ള ധൈര്യമോ കഴിവോ ഇല്ലാത്തവർ സോഷ്യൽ മീഡിയ നൽകുന്ന ഒരു അനോണിമിറ്റിയിൽ മറഞ്ഞിരുന്നു കൊണ്ട് പരിചയം പോലും ഇല്ലാത്തവരുടെ അക്കൗണ്ടുകളിലേക്ക് ഈ മെസ്സേജസ് അയക്കുന്നത് വഴി ഒരു ആനന്ദം കണ്ടെത്താൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. അതിര് വിട്ടാൽ അത് ബുദ്ധിമുട്ടിലേക്ക് പോകാനുള്ള സാധ്യതയുള്ള ഒന്നാണ് സെക്സ്റ്റിംഗ് എന്നുള്ളത് എന്ന് തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കുക. നമുക്ക് എങ്ങനെ അതിൽ നിന്ന് പുറത്തേക്ക് കടക്കാനായിട്ട് സാധിക്കും? നമ്മളുടെ ഈ ഒരു സ്വഭാവം നമുക്ക് നിയന്ത്രണത്തിന് പുറത്തേക്ക് പോകുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുകയും നമ്മുടെ ട്രിഗേഴ്സ് ഐഡന്റിഫൈ ചെയ്യുകയും ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അതുപോലെ ഇതിന് പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന ഹണി ട്രാപ്പ് പോലെയുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്, നമ്മളിലെ ചതിക്കുഴികളുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുകയും അതിൽ നിന്ന് പിന്നോട്ട് മാറാൻ ശ്രമിക്കുകയും ചെയ്യുക. മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യുന്നത് ഒരു പരിധിവരെ ഇതിൽ നിന്ന് ഒഴിവാവാനായിട്ട് നമ്മളെ സഹായിക്കും. അതുപോലെ സെക്സ്റ്റിംഗ് ചെയ്യുന്നതിന് പകരം നമ്മളുടെ ഫ്രീ ടൈം മറ്റെന്തെങ്കിലും പ്രൊഡക്റ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട്, അത് ഫ്രണ്ട്സിനടുത്ത് സംസാരിക്കുന്നതാവാം, മൂവി കാണുന്നതാവാം, പുസ്തകം വായിക്കുന്നതാവാം, ട്രാവൽ ആവാം, എന്തെങ്കിലും പ്രൊഡക്റ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് നമ്മൾ സമയം കണ്ടെത്താനായിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഫ്രീ ടൈം അതിനുവേണ്ടി ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക. സ്വയം ഇതിൽ നിന്ന് പുറത്തേക്ക് കടക്കാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ പ്രൊഫഷണൽ ഹെൽപ്പ് തേടുക.